Good morning, students. അപ്പോൾ ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ തേർഡ് യൂണിറ്റിലെ ലാംഗ്വേജ് ആക്ടിവിറ്റീസ് ആണ് പറയുന്നത്. നമുക്കൊരു പാഠം കൂടി ഉണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് ലാംഗ്വേജ് ആക്ടിവിറ്റീസ് എന്ന് പറയാം. പേജ് നമ്പർ 97 ലാംഗ്വേജ് ആക്ടിവിറ്റീസിലെ ആക്ടിവിറ്റി നമ്പർ 1ഉം 2 ആണെന്ന് പറയാൻ പോകുന്നു. അപ്പോൾ നമുക്ക് ആദ്യം 1 നോക്കാം. ആക്ടിവിറ്റി നമ്പർ 1, ലുക്ക് അറ്റ് ദി സെൻറ്റൻസസ് ഗിവൺ ബിലോ. താഴെ 3 സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, വി മസ്റ്റ് ഡിസ്കസ് ദിസ് കാംലി. Second one, the commotion dies slowly. Third one, I strongly oppose this plan. അതിൽ നമുക്ക് 3 വാക്കിൻ്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? കാംലിൻ്റെ അടിയിലുണ്ട്, അതുപോലെ തന്നെ സ്ലോലിയുടെ അടിയിലുണ്ട്, അതുപോലെ തന്നെ സ്ട്രോങ്ലി ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് അവസാനം LY വരുന്ന ആ വാക്കുകളൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ പറയുന്ന ആഡ്വർബ്സ് എന്നാണ്. LY വരുന്ന എല്ലാ വാക്കുകളും ആഡ്വർബാണ്. എന്നാൽ ആഡ്വർബ് വേറെ LY എല്ലാത്തിലും ആഡ്വർബ് വരുന്നുണ്ട്, അത് നമ്മൾ പറയും. അപ്പോൾ തൽക്കാലം LY വരുന്നത് ആഡ്വർബാണ് നോക്കാം. ദെൻ ഐഡൻറ്റിഫൈ ദ സ്ട്രക്ചർ ഓഫ് ദി സെൻറ്റൻസ് ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ. ഈ 3 സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ, അതായത് അതിന് പിരിച്ചെഴുതുക എന്നുള്ള അർത്ഥത്തിൽ. ഫസ്റ്റ് നൗൺ ഫ്രേസ് ആണ്, സെക്കൻഡ് വൺ വെർബ് ഫ്രേസ് ആണ്, ദെൻ VP കോൺസ്റ്റിറ്റ്യുവൻസ് ആണ്. നൗൺ ഫ്രേസ് നമുക്കറിയാം. നൗൺ ഫ്രേസ് എങ്ങനെയാണ് എഴുതുന്നത്? ഹെൽപ്പിംഗ് വെർബ് മുതൽ, ഹെൽപ്പിംഗ് വെർബ് ഉണ്ടെങ്കിൽ ഹെൽപ്പിംഗ് വെർബ് മുതൽ, അല്ലെങ്കിൽ മെയിൻ വെർബ് മുതൽ സെൻറ്റൻസിൻ്റെ അവസാനം വരെയാണ്. ഫസ്റ്റ് സെൻറ്റൻസ് ഏതാണ്? വി മസ്റ്റ് ദിസ് കാംലി എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഹെൽപ്പിംഗ് വെർബ് ഉണ്ടോ? ഉണ്ട്, മസ്റ്റ് ഉണ്ട്. അപ്പോൾ മസ്റ്റ് ഡിസ്കസ് ദിസ് കാംലി എന്നുള്ളത് നമുക്ക് എവിടെ എഴുതാം? വെർബ് ഫ്രേസിൽ എഴുതാം. ആ മസ്റ്റിൻ്റെ മുന്നേ എന്തുണ്ട്? വി ഉണ്ട്, അത് നമുക്ക് നൗൺ ഫ്രേസിൽ എഴുതാം. നമുക്ക് മുറിക്കുന്ന അറിയാലോ, ഹെൽപ്പിംഗ് വെർബിൻ്റെയോ അല്ലെങ്കിൽ മെയിൻ വെർബിൻ്റെയോ എവിടെയാണ് നമ്മൾ മുറിക്കുന്നത്? ഹെൽപ്പിംഗ് വെർബ് മുതൽ സെൻറ്റൻസിൻ്റെ അവസാനം വരെ നമ്മൾ വെർബ് ഫ്രേസിൽ എഴുതുന്നു. ഹെൽപ്പിംഗ് വെർബിൻ്റെ അല്ലെങ്കിൽ മെയിൻ വെർബിൻ്റെ മുമ്പ് ഉള്ളത് നൗൺ ഫ്രേസ് എഴുതുന്നു. ഇനി VP കോൺസ്റ്റിറ്റ്യുവൻസ് പറഞ്ഞെങ്കിൽ ആ വെർബ് ഫ്രേസിൽ എന്തൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുണ്ട്? അപ്പോൾ ഇവിടെ മസ്റ്റ് ഡിസ്കസ് ദിസ് കാംലി എന്നുണ്ട്. അപ്പോൾ മസ്റ്റ് ഹെൽപ്പിംഗ് വെർബാണ്. അപ്പോൾ നമ്മൾ ഹെൽപ്പിംഗ് വെർബിൽ നമ്മൾ എഴുതുന്നത് HV എന്നാണ്, ഹെൽപ്പിംഗ് വെർബാണ്. ഡിസ്കസ് എന്നുള്ളത് വെർബാണ്. അതുപോലെ തന്നെ ദിസ് കാംലി എന്നുള്ളത് ആഡ്വർബാണ്. അപ്പോൾ LY വരുന്നത് നമ്മൾ എന്താന്ന് പറഞ്ഞു? ആഡ്വർബാന്ന് പറഞ്ഞു. സെക്കൻഡ് വൺ, ദ കമോഷൻ ഡൈസ് സ്ലോലി. ഇതിൽ ഹെൽപ്പിംഗ് വെർബ് ഉണ്ടോ? ഹെൽപ്പിംഗ് വെർബ് ഇല്ല. മെയിൻ വെർബ് ഉണ്ടോ? ഡൈ, മരിക്കുക എന്നുള്ളത് ഡൈസ് ആണ്. അപ്പോൾ നമ്മൾ മുറിക്കുന്ന കമോഷന്, ദ കമോഷൻ ഒരു ഭാഗം, ഡൈ സ്ലോലി ഒരു ഭാഗം. നൗൺ ഫേസിൻ്റെ അവിടെ ദ കമോഷൻ എഴുതി, വെർബ് ഫേസിൻ്റെ അവിടെ ഡൈസ് കാംലി, ഡൈസ് സ്ലോലി എഴുതി. ഡൈസ് എന്നുള്ളത് വെർബാണ്, സ്ലോലി എന്നുള്ളത് ആഡ്വർബാണ്. അപ്പോൾ VP കോൺസ്റ്റിറ്റ്യുവൻസിലെ വെർബ് പ്ലസ് ആഡ്വർബ്. ദെൻ തേർഡ് വൺ, ഐ സ്ട്രോങ്ലി ഒപ്പോസ് ദിസ് പ്ലാൻ. ഇവിടെ നമുക്ക് ചെറിയൊരു മാറ്റമുണ്ട്. നമ്മൾ ഇതുവരെ പറഞ്ഞെന്താണ്? വെർബ് ഫ്രേസോ അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബോ മുതൽ സെൻറ്റൻസിൻ്റെ അവസാനം വരെയാണ്, നമ്മളുടെ ഹെൽപ്പിംഗ് വെർബോ അല്ലെങ്കിൽ മെയിൻ വെർബോ മുതൽ സെൻറ്റൻസിൻ്റെ അവസാനം വരെയാണ് വെർബ് ഫ്രേസ് എന്ന് പറഞ്ഞു. അതല്ലാതെ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഒരു ആഡ്വർബ് വരികയാണെങ്കിലും, LY എന്നുള്ള സെൻറ്റൻസ് വരികയാണെങ്കിലും, ആഡ്വർബ് വരികയാണെങ്കിൽ നമ്മൾ വെർബ് ഫ്രേസ് മുറിക്കുന്ന ആഡ്വർബ് മുതലാണ്. അപ്പോൾ 3 രീതിയിലാണ്. ഒന്നല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബ്, അല്ലെങ്കിൽ മെയിൻ വെർബ്, അല്ലെങ്കിൽ ആഡ്വർബ്. വെർബിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ആഡ്വർബാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ സ്ട്രോങ്ലി ഒപ്പോസ് ദിസ് പ്ലാൻ എന്നുള്ളത് നമ്മൾ വെർബ് ഫ്രേസിൽ എഴുതുന്നു. ആഡ്വർബിൻ്റെ മുന്നുള്ള I എന്താണ്? നൗൺ ഫ്രേസ് ആണ്. നമുക്ക് VP കോൺസ്റ്റിറ്റ്യുവൻസ് ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ട്. ആഡ്വർബ് പ്ലസ് ഒപ്പോസ് എന്നുള്ളത് വെർബാണ്. ദിസ് പ്ലാൻ നൗൺ ഫ്രേസ് ആണ്, അതായത് വെർബ് ഫ്രേസിൽ നൗൺ ഫ്രേസ്. പ്ലാൻ എന്നുള്ളത് പറഞ്ഞാൽ നമ്മൾ നൗൺ ആയിട്ട് ഉപയോഗിക്കുന്നത്, അപ്പോൾ ഒബ്ജക്റ്റ് ആയിട്ടുള്ള നൗൺ ആണ്. ദെൻ കംപ്ലീറ്റ് the table given below using adverbs from the play listen to the mountain. How do you enrich the play? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നിങ്ങൾക്കൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ നമ്മളുടെ ലിസൺ ടു ദി മൗണ്ടെയിൻ എന്നുള്ള ആ ഒരു പ്ലേ നോക്കുക. അതിൽ LY വരുന്ന ഒരു 3 വാക്ക് ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. 3 വാക്ക് കണ്ടെത്തി എഴുതി ടീച്ചർക്ക് അയച്ചു തരിക. അപ്പോൾ നമ്മൾ പറഞ്ഞത് LY വരുന്നത് ആഡ്വർബാണ് പറഞ്ഞു. LY വരുന്ന എല്ലാതും ആഡ്വർബാണ്. ഇനി LY അല്ലാത്ത ആഡ്വർബ് ഉണ്ട്, അത് നോക്കാം. സ്റ്റഡി ദ ഫോളോയിങ് സെൻറ്റൻസ് ഫ്രം ദി പ്ലേ ലിസൺ ടു ദി മൗണ്ടെയിൻ. ലിസൺ ടു ദി മൗണ്ടെയിനിൽ 3 സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. രുദ്രപ്പ ആൻഡ് കണ്ണൻ ആർ ടോക്കിംഗ് എക്സൈറ്റഡ്ലി. ദീക്ഷിത് ആൻഡ് സാഗർ ലുക്ക് അറൗണ്ട് ഇൻ പാനിക്. ദേ ആർ സ്റ്റാർട്ടിംഗ് വർക്ക് ടുമോറോ. അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന എക്സൈറ്റഡ്ലിൻ്റെ അടിയിൽ അണ്ടർലൈൻ ഉണ്ട്, അറൗണ്ടിൻ്റെ അടിയിൽ അണ്ടർലൈൻ ഉണ്ട്, ടുമോറോൻ്റെ അടിയിലും അണ്ടർലൈൻ ഉണ്ട്. ഇപ്പോൾ അണ്ടർലൈൻ കൊടുത്ത ഈ 3 എന്താണ്? ആഡ്വർബ് തന്നെയാണ്. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ആഡ്വർബ് വിച്ച് ആർ അണ്ടർലൈൻ? ഇപ്പോൾ ഈ ഒരു 3 ആഡ്വർബും എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് എക്സൈറ്റഡ്ലി എന്നുള്ളത്, ഇപ്പോൾ രുദ്രപ്പ ആൻഡ് കണ്ണൻ ആർ ടോക്കിംഗ് എക്സൈറ്റഡ്ലി. അവരെന്ത് ചെയ്തു? എക്സൈറ്റഡായി സംസാരിച്ചു അല്ലേ? അപ്പോൾ ഹൗ എന്നുള്ളത് എങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സൈറ്റഡ്ലി എന്ന് പറയാം.
അപ്പോൾ ഹൗ എന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടുന്നത് നമുക്കൊരു adverb ആണ്. Then Dixit and Sagar look around in panic. ചുറ്റും നോക്കി, എവിടെ? Where എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേറിന് ആൻസർ കിട്ടുന്ന വാക്ക് adverb ആണ്. Then they are starting work tomorrow. Tomorrow എന്ന് പറഞ്ഞെങ്കിൽ നാളെ, എന്ന്, എപ്പോൾ. When എന്നുള്ളതിൻ്റെ ഉത്തരം കിട്ടുന്നതും adverb ആണ്. അപ്പോൾ നമുക്ക് adverb എന്ന് പറഞ്ഞെങ്കിൽ 3 ചോദ്യത്തിന് ഉത്തരം കിട്ടുന്ന ആ വാക്കുകളെ നമുക്ക് adverb എന്ന് പറയാം. ഒന്ന് ഹൗ, എങ്ങനെ. ഇപ്പോൾ ദേ റൈറ്റ് നീറ്റ്ലി, അവർ എങ്ങനെ എഴുതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീറ്റ്ലി എന്നാണ് പറയാം. അപ്പോൾ നീറ്റ്ലി എന്നുള്ളത് എന്താണ്? adverb ആണ്. ദെൻ വേറിന് ആൻസർ കിട്ടുന്ന അറൗണ്ട് adverb ആണ്. ദെൻ വെൻ, എപ്പോൾ എന്നുള്ളതിന് ആൻസർ കിട്ടുന്നതും എന്താണ്? adverb ആണ്. അപ്പോൾ adverbന്റെ നമുക്ക് ഈ 3 ക്വസ്റ്റ്യൻ ഹൗ, വേർ, വെൻ എന്നുള്ളതിന് ആൻസർ കിട്ടുന്നതിനൊക്കെ നമുക്ക് adverb എന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? adverb എന്ന് പറയാം. adverbs modify verbs, adjectives or other adverbs. adverb എന്താണ്? ഒന്നല്ലെങ്കിൽ വേർബിനെ അല്ലെങ്കിൽ അഡ്ജക്റ്റീവിനെ നൗണിനെ വിശേഷിപ്പിക്കുന്നതിന് നമുക്ക് മോഡിഫൈ ചെയ്യാൻ adverb ഉപയോഗിക്കാം, അല്ലെങ്കിൽ adverbനെ തന്നെ മോഡിഫൈ ചെയ്യാൻ adverb ഉപയോഗിക്കാം. That tell us how, when and where things happen. അപ്പോൾ അവർ adverb പറഞ്ഞെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോൾ, എങ്ങനെ, എവിടെ. അതിന് 3നും ആൻസർ തരുന്നതിനെ നമ്മൾ എന്ത് പറയുന്നത്? adverb എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കാം. ഹൗ എന്നുള്ളതിന് 3 എക്സാമ്പിൾ ആണ്. വി ലിവ് പീസ്ഫുള്ളി. അപ്പോൾ എങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പീസ്ഫുള്ളി എന്ന് പറയാം. ദെൻ ഹി റാൻ ഫാസ്റ്റ്, എങ്ങനെ ഓടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാസ്റ്റ് ഓടി എന്ന് പറയാം. ദെൻ സ്പീക്ക് സോഫ്റ്റ്ലി, എങ്ങനെ സംസാരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ്ലി. അപ്പോൾ എങ്ങനെ എന്നുള്ളതിൻ്റെ ഉത്തരം കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് പറയാം? adverb എന്ന് പറയാം. ദെൻ സെക്കൻഡ് വൺ വെൻ, എവിടെ, എപ്പോൾ. ആനന്ദ് കെയിം യെസ്റ്റർഡേ, ആനന്ദ് ഇന്നലെ വന്നു. അപ്പോൾ നമുക്ക് ചോദിക്കാം ആനന്ദ് എന്ന് വന്നു എന്ന് ചോദിക്കാം, വെൻ. വി വിൽ ഗോ ടുമോറോ, നാളെ ഞങ്ങൾ പോകും. അപ്പോൾ എപ്പോൾ പോകുമെന്ന് ചോദിക്കാം. അപ്പോൾ നമുക്ക് ടുമോറോ ആൻസർ കിട്ടും. ദെൻ ഐ ഷാൾ കോൾ യു ലേറ്റർ, ഞാൻ പിന്നീട് വിളിക്കാം. അപ്പോൾ എപ്പോൾ എന്നുള്ളത് പിന്നീട് എന്നുള്ള ആൻസർ കിട്ടുന്നുണ്ട്. അപ്പോൾ വെനും എന്താണ്? ഒരു വെന്നിന് ആൻസർ കിട്ടുന്നതും adverb ആണ്. ദെൻ വേർ, ഐ ലുക്ക്ഡ് അറൗണ്ട്, ഞാൻ ചുറ്റും നോക്കി. എവിടെ? അറൗണ്ട്. ഷീ സെർച്ച്ഡ് എവരിവെയർ, അവൾ എല്ലായിടത്തും തപ്പി. എവരിവെയർ എന്താണ്? adverb ആണ്. കം ഹിയർ, ഇവിടെ വരൂ. എവിടെ വരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ന് പറയുന്ന adverb ആണ്. ഇത്ര നോക്കിയാൽ മതി. വേർ, വെൻ, ഹൗ എന്നുള്ള ആൻസർ കിട്ടുന്നതിൻ്റെ ഒക്കെ നമുക്ക് എന്ത് പറയാം? adverb പറയും. കോമൺ ആയിട്ട് നമ്മൾ ly വരുന്നതൊക്കെ adverb എന്ന് പറയും. അതല്ലാതെ ഈ കാര്യത്തിലും നമുക്ക് എന്ത് ചെയ്യാം? adverb ആയിട്ട് ഉപയോഗിക്കാം. റൈറ്റ് സം സെന്റൻസ് വിത്ത് adverbs ഇൻ ദി ടേബിൾ ബിലോ. അപ്പോൾ 3 ടേബിൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഹൗന് ആൻസർ കിട്ടുന്ന ഹൗന് സ്യൂട്ട് ആയിട്ടുള്ള 3 സെന്റൻസ്, വെനിന് സ്യൂട്ട് ആയിട്ടുള്ള 3 സെന്റൻസ്, വേറിന് സ്യൂട്ട് ആയിട്ടുള്ള 3 സെന്റൻസ്. ഹൗ നോക്കാം. അപ്പം ടീച്ചറെ 3 എക്സാമ്പിൾ എഴുതും. ഇതേപോലെ 3 എക്സാമ്പിൾ എഴുതി ടീച്ചർക്ക് അയച്ചു തരണം. ഹൗ, ഐ റൈറ്റ് നൈസ്ലി, ഐ റീഡ് സ്പീഡ്ലി, ദേ ലിസൺ കാംലി. വെൻ, ഐ റീച്ച്ഡ് യെസ്റ്റർഡേ, ഐ വിൽ ഗോ ടുമോറോ, ക്ലാസ് സ്റ്റാർട്ട്സ് അറ്റ് 10 AM. വേർ, ഐ ലിവ് ഇൻ മുംബൈ, ദേ ആർ ഇൻ സ്കൂൾ, ഗോ ദേർ. ഇതേപോലെ ഹൗ എന്നുള്ളതിന് 3 എക്സാമ്പിൾ, വേർ എന്നുള്ളതിന് 3 എക്സാമ്പിൾ, വെൻ എന്നുള്ളത് 3 എക്സാമ്പിൾ എഴുതിയിട്ട് ടീച്ചർക്ക് അയച്ചു തരാം. ഇനി നമ്മൾ പറയാൻ പോകുന്ന പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ചാണ്. ആക്ടിവിറ്റി നമ്പർ 2 പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഈ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഐ ആം റീഡിങ് എ നോവൽ, ഞാനൊരു നോവൽ വായിക്കുകയാണ്. എന്താണ്? ഞാൻ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രസന്റിലും കണ്ടിന്യൂ ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയാം. അത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ടെൻസ് ആണ്. അല്ലെങ്കിൽ സാധാരണ പറഞ്ഞ എന്താണ്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്ന ഐ ആം ലിസണിങ് ദ ക്ലാസ്, ഐ ആം ലിസണിങ് എ മ്യൂസിക്. ഇപ്പോഴും എന്താണ്? ലിസൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ ഒരു ടെൻസിനെയാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ മറ്റൊരു യൂസേജ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു കോളത്തിലുള്ളത് നോക്കാം. The present continuous tense can be used to express a planned future action also. അപ്പോൾ നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് പറഞ്ഞെങ്കിൽ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൂടാതെ നമുക്ക് എന്താണ്? ഒരു പ്ലാൻ ചെയ്ത ഒരു ഫ്യൂച്ചർ ആക്ഷൻ, നടന്നിട്ടില്ല എന്നാലും പ്ലാൻ ചെയ്തു. അപ്പോൾ വി ആർ ഗോയിങ് ടു മുംബൈ, ഞങ്ങൾ എന്താണ്? മുംബൈയിലോട്ട് പോവുകയാണ്. അതെന്താണ്? പോയിട്ടുണ്ടോ? ഇല്ല, പക്ഷെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലാൻ ചെയ്ത ഒരു ഫ്യൂച്ചർ ആക്ഷനെ കാണിക്കാനും നമ്മൾ എന്തുപയോഗിക്കും? സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കും എന്നുള്ളതാണ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്താണ്? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ പറയാൻ വേണ്ടിയിട്ടാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. പക്ഷേ നമുക്ക് മറ്റൊരു യൂസേജ് എന്ന് പറഞ്ഞെങ്കിൽ പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷനെ പറയാൻ. അതായത് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യം അത് മുമ്പേ പ്ലാൻ ചെയ്തിട്ടുണ്ട്.
നമുക്ക് എക്സാമ്പിൾ നോക്കാം. Read the following sentences. First one, we are building a hotel here, a 5-star hotel. Second one, we are bringing the laborers, of course, a few hundred. Third one, they are playing football. Fourth one, he is reading a novel. നമുക്ക് 4 സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. ഐഡന്റിഫൈ ദ വെർബ് ഫ്രേസ് ആൻഡ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് പ്രോപ്പർലി. വെർബ് ഫ്രേസ് എഴുതാം, അതിന്റെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് തന്നിരിക്കുന്ന വിട്ട ഭാഗം പൂരിപ്പിക്കാം. ഫസ്റ്റതിൽ വി ആർ ബിൽഡിംഗ് എ ഹോട്ടൽ ഹിയർ. ഞങ്ങൾ ഇവിടെ ഒരു ഹോട്ടൽ നിർമ്മിക്കാൻ പോവുകയാണ്. നിർമ്മിച്ചിട്ടുണ്ടോ? ഇല്ല, പോകുന്നേ ഉള്ളൂ. അപ്പം എന്താണ് നിർമ്മിക്കുക എന്നുള്ളത്? അത് ഓൾറെഡി പ്ലാൻ ചെയ്താണ്, ഫ്യൂച്ചർ നടക്കാൻ പോകുന്നതാണ്. അപ്പം അത് നമുക്ക് എന്ത് അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞെങ്കിൽ പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷൻ ആണ്. അതിലെ വെർബ് ഫ്രേസ് പറഞ്ഞെങ്കിൽ ആർ ബിൽഡിംഗ് എ ഹോട്ടൽ ഹിയർ മൊത്തമായിട്ട് എഴുതിയാലും കുഴപ്പമില്ല, ആർ ബിൽഡിംഗ് എഴുതിയാലും മാത്രം കുഴപ്പമില്ല. ദെൻ സെക്കൻഡ് വൺ, വി ആർ ബ്രിങ്ങിങ് ദ ലേബേഴ്സ്, ഓഫ് കോഴ്സ് എ ഫ്യൂ ഹൺഡ്രഡ്. ഞങ്ങൾ 100ഓളം ലേബേഴ്സിനെ കൊണ്ടുവരുന്നു. കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല, പക്ഷെ കൊണ്ടുവരും. പ്ലാൻഡ് ആണ്, ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യമാണ്. അതുകൊണ്ട് അതിന്റെ ഫംഗ്ഷൻ പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷൻ ആണ്. അതിലെ വെർബ് ഫ്രേസ് എന്ന് പറഞ്ഞെങ്കിൽ ആർ ബ്രിങ്ങിങ് ആണ്. തേർഡ് വൺ, ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ. അവർ ഫുട്ബോൾ കളിക്കുകയാണ്. അത് പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷൻ അല്ല, ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലെ വെർബ് ഫ്രേസ് ആർ പ്ലേയിങ് ആണ്. അപ്പോൾ എന്താണ്? അതൊരു കണ്ടിന്യൂസ് ആക്ഷൻ ആണ്. ആൻഡ് ഫോർത്ത് വൺ, ഹീ ഈസ് റീഡിങ് എ നോവൽ. അവർ നോവൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷൻ ആണോ? അല്ല, കണ്ടിന്യൂസ് ആക്ഷൻ ആണ്. അതിലെ വെർബ് ഫ്രേസ് എന്താണ്? ഈസ് റീഡിങ് ആണ്. ദ പ്രൈം മിനിസ്റ്റർ, അതിൽ നമുക്ക് ബി ഭാഗം പറയാം. ഐഡന്റിഫൈ ദ പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷൻ ഫ്രം ദി ഫോളോയിങ്. തന്നിരിക്കുന്നതിൽ പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷൻ കണ്ടെത്തുക. ഫസ്റ്റ് വൺ, ദ പ്രൈം മിനിസ്റ്റർ ഈസ് അറൈവിംഗ് ടുമോറോ ടു വിസിറ്റ് ദ ഫ്ലഡ് അഫക്റ്റഡ് ഏരിയാസ്. നമ്മളുടെ ഫ്ലഡ്, വെള്ളപ്പൊക്കം ബാധിച്ച ഏരിയാസ് കാണാൻ വേണ്ടിയിട്ട് ആര് വരുന്നുണ്ട്? നമ്മളെ പ്രൈം മിനിസ്റ്റർ വരുന്നുണ്ട്. അത് പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷൻ ആണോ കണ്ടിന്യൂസ് ആക്ഷൻ ആണോ? പ്രൈം മിനിസ്റ്റർ വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല, പക്ഷെ പ്ലാൻഡ് ആണ്. അതുകൊണ്ട് ഇതൊരു പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷൻ. സെക്കൻഡ് വൺ, ഗീത ഈസ് ഗോയിങ് ടു ദി മാർക്കറ്റ്. ഗീത മാർക്കറ്റിലോട്ട് പോവാണ്. അതേത് വരും? കണ്ടിന്യൂസ് ആക്ഷൻ ആണ്, ഇപ്പോഴും മാർക്കറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തേർഡ് വൺ, വി ആർ ഗോയിങ് ഓൺ എ ടൂർ നെക്സ്റ്റ് വീക്ക്. ഞങ്ങൾ അടുത്ത ആഴ്ച ഒരു ടൂർ പോകും. പോയിട്ടുണ്ടോ? ഇല്ല, അതുകൊണ്ട് അതൊരു പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷൻ ആണ്. ലാസ്റ്റ് വൺ, രാഹുൽ ആൻഡ് കബീർ ആർ പ്ലേയിങ് ചെസ്. രാഹുലും കബീറും ചെസ് കളിക്കുകയാണ്. കളിച്ചുകൊണ്ടിരിക്കുന്ന കാരണം അതൊരു കണ്ടിന്യൂസ് ആക്ഷൻ ആണ്. ദെൻ റീറൈറ്റ് ദ സെന്റൻസ് യൂസിങ് ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് വെർബ് പ്ലസ് ing. നോക്കാം. ട്രക്സ് ആൻഡ് ലോറീസ് വിൽ അറൈവ് വിത്ത് സിമെന്റ്സ്, ബ്രിക്സ് ആൻഡ് മാർബിൾസ് ടുമോറോ. എന്താണ്? സിമെന്റും ബ്രിക്കും മാർബിളൊക്കെ ആയിട്ട് ട്രക്സ് ആൻഡ് ലോറീസ് നാളെ വരും. അതൊരു ഫ്യൂച്ചർ ആക്ഷൻ ആണ്. അത് നമ്മൾ എന്ത് ചെയ്യുക? പ്രസന്റ് കണ്ടിന്യൂസിൽ എഴുതാണ്. ഇപ്പോൾ എഴുതുമ്പോൾ എത്രയേ ഉള്ളൂ? സബ്ജക്റ്റ് ആയിട്ടുള്ള ഹെൽപ്പിംഗ് വെർബിന് മുന്നുള്ള സബ്ജക്റ്റ് ട്രക്സ് ആൻഡ് ലോറീസ് അതുപോലെ തന്നെ എഴുതണം. വില്ല് മാറ്റിയിട്ട് ട്രക്സ് ആൻഡ് ലോറീസ് എന്നുള്ളത് നമുക്ക് തന്നിരിക്കുന്ന സബ്ജക്റ്റ് ഒന്നാണെങ്കിൽ നമ്മൾ ഈസ് എഴുതും, ഒന്നിൽ കൂടുതലാണെങ്കിൽ ആർ എഴുതും, ഐ ആണെങ്കിൽ ആം എഴുതും. അതാണ് ഈസ് ആം ആറിന്റെ പ്രത്യേകത. അതായത് ഒന്നിൽ കൂടുതൽ, ട്രക്സ് ആൻഡ് ലോറീസ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതലായി, അതുകൊണ്ട് നമുക്ക് അവിടെ ആർ എഴുതാം. അതല്ല ഹി എന്ന് മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ ഈസ് ആണ് എഴുതുന്നത്. അല്ല ഐ എന്ന് മാത്രമാണെങ്കിൽ ആം ആണ് എഴുതുന്നത്. അപ്പോൾ ഇവിടെ ട്രക്സ് ആൻഡ് ലോറീസ്, അപ്പോൾ വില്ല് മാറ്റിയിട്ട് ആറാക്കി. പിന്നെ വില്ലിന് ശേഷമുള്ള അറൈവ്. അറൈവ് എന്നുള്ളത് എന്താണ്? വെർബാണ്. അതിന്റെ ing, അറൈവിങ്. ബാക്കി എന്താണ്? അതുപോലെ തന്നെ വിത്ത് സിമെന്റ്സ്, ബ്രിക്സ് ആൻഡ് മാർബിൾസ് ടുമോറോ. ദ സെക്കൻഡ് വൺ, വില്ലേജേഴ്സ് വിൽ സ്റ്റേജ് എ പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് ദ നെക്സ്റ്റ് ഡേ. വില്ലേജേഴ്സ് അതുപോലെ എഴുതി. വില്ലേജേഴ്സ് പ്ലൂറൽ ആയത് കാരണം ആർ എഴുതി. സ്റ്റേജിന്റെ ing ഫോം സ്റ്റേജിങ് എ പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് ദ നെക്സ്റ്റ് ഡേ. തേർഡ് വൺ, വി വിൽ സബ്മിറ്റ് എ പെറ്റീഷൻ ടു ദി കളക്ടർ ടുമോറോ. വി അതുപോലെ തന്നെ എഴുതി. വില്ല് മാറ്റിയിട്ട് വി പ്ലൂറൽ ആയത് കാരണം ആർ എഴുതി. സബ്മിറ്റിന്റെ ing ഫോം സബ്മിറ്റിംഗ് എ പെറ്റീഷൻ ടു ദി കളക്ടർ ടുമോറോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പറഞ്ഞിരിക്കുന്ന 2 കാര്യമാണ്. ഫസ്റ്റ് വൺ ആഡ്വർബിനെ കുറിച്ച് പറഞ്ഞു, സെക്കൻഡ് വൺ സിമ്പിൾ പ്രസന്റ് ടെൻസിനെ കുറിച്ച് പറഞ്ഞു. 2 മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിക്കാം.